ഭക്ഷണ സാധനം ഹോട്ടലിൽ നിന്നും വാങ്ങിക്കൊണ്ട് വന്നാൽ വളരെ മനോഹരമായ പാക്കിങ്ങുകളൊക്കെ അതിനുണ്ടാകാം. അതെവിടം തൊട്ട് എവിടം വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഹോട്ടൽ മുതൽ നമ്മുടെ വീട് വരെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അതിനുള്ളിലെ ജീവന് വേണ്ടിയത് അത് എടുക്കും നമ്മൾ, എന്നിട്ട് അതിൻ്റെ കവർ ഉപേക്ഷിക്കും. ഇതുപോലെ നമുക്ക് ലഭ്യമായ 70-80 കാലഘട്ടത്തിൻ്റെ ഈ കവർ നമ്മൾ കളയുന്നതാണെന്ന് മനസ്സിലാക്കിയാൽ, കവറുമായി റിലേറ്റ് ചെയ്ത് സകലതും ഇല്ലാതെയാകുമെന്ന് മനസ്സിലായാൽ, നാം ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ഡിറ്റാച്ച്ഡ് ആകുന്നൊരവസ്ഥയുണ്ടാവും. ആ അവസ്ഥയിലേക്കാണ് യഥാർത്ഥ ആത്മീയത നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. എന്നാൽ ചിലർ പറയുന്ന ആത്മീയത ഈ കവറിൻ്റെ കാര്യമാണ്. ഈ കവറിൽ അത് ചെയ്യാം, കവറിൽ മൂടി പിടിപ്പിക്കാം, കവറിന് ലോങ് ലാസ്റ്റിംഗ് കിട്ടും. അപ്പോൾ ഒരു ഭാഗത്ത് കവറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കവറിന് വേണ്ടി നിലനിൽക്കുന്ന, കവറിനെ നിലനിർത്താൻ പോകുന്ന, നമ്മുടെ പുറമേ ഉള്ളത് നാം ഉപേക്ഷിച്ചാലും മീതെ ഒന്ന് ധരിക്കുന്നത്, മർത്യമായത് നീങ്ങിപ്പോകുമ്പോൾ അമർത്യമായത് നിലനിൽക്കുന്നത്, മരണമില്ലാത്തത്, വേദനയില്ലാത്തത്, ദുഃഖമില്ലാത്തത്, കഷ്ടതയില്ലാത്തത്, അത് എപ്പോഴാണ് പ്രാപിക്കണത് എന്ന് നാം ചിന്തിച്ചാൽ നാം ഇപ്പോഴേ അത് പ്രാപിച്ചിരിക്കുന്നു.